പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ക്ലബിൽ ഏറ്റവും കൂടുതലുള്ള പ്രൊഫഷനായിട്ടുള്ളത് ഡോക്ടേഴ്സാണ്. 13ഓളം ഡോക്ടേഴ്സ് നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സും അവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ചുപേരുടെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനത് ഒന്നാമത് നമ്മുടെ MJF അയ്യപ്പൻ ബ്രദേഴ്സ് സാറിൻ്റെയാണ്. അത് നമ്മുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ അഞ്ജന ഡോക്ടറാണ്. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ അനില രാജു, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററായ MJF രാജു അപ്സരയുടെ മകളാണ്. പിന്നെ അഞ്ജു രാജു ഉണ്ട്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. രാജു അപ്സര ചേട്ടൻ്റെയും ബീന ചേച്ചിയുടെ നേരത്തെ പറഞ്ഞ ബീന ചേച്ചി തെറ്റിദ്ധരിക്കരുത് കണ്ടുകൊണ്ട്. പിന്നീട് കാർത്തിക മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ കാർത്തിക മോഹൻ ഡയൻ വിനീതിൻ്റെ വൈഫാണ്. ഡോക്ടർ ജ്യോതിശാലിനി നമ്മുടെ ഡയൻ അനീഷ് കൃഷ്ണദാസിൻ്റെ വൈഫ് ജ്യോതിശാലിനിയുണ്ട്. പിന്നെ ഡോക്ടർ ഗാഥാ ഗോപൻ, ഡോക്ടർ ഗായത്രി ഗോപൻ, ഇവർ രണ്ടുപേരും ഡയൻ ഗോപഗോപാലിനിയുടെ മക്കളാണ്. ഡോക്ടർ അഭിജിത്ത് ജെ ഉണ്ട്, ഡയൻ ജയമോഹൻ ജേട്ടൻ്റെ മകനാണ്. ഡോക്ടർ ആശാകൃഷ്ണൻ, ഡോക്ടർ അഞ്ജന കൃഷ്ണൻ, അദ്ദേഹം ഡയൻ രാധാകൃഷ്ണകുറുപ്പ് ചേട്ടൻ്റെ മക്കളാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്. ഡോക്ടർ അനൂജ് നമ്മളുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ശിവൻകുട്ടി നായർ ചേട്ടൻ്റെ സാറിൻ്റെ മകളാണ്. ഡോക്ടർ ആർദ്ദിതയുണ്ട്, നമ്മുടെ ഡയൻ രാജേന്ദ്രൻ മുൻ പ്രസിഡന്റ് രാജേന്ദ്രൻ സാറിൻ്റെ മരുമകളാണ്. അങ്ങനെ അനേകം ഡോക്ടർമാരുടെ ഒരു ഫാമിലിയാണ് ഡോക്ടർമാരെ കുറിച്ച് അറിയുന്നത്. ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേയുടെ ടീം എന്ന് പറയുന്നത് തന്നെ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹിറ്റ്സ് ദ ഹീലേഴ്സ് എന്നുള്ളതാണ്. ഡോക്ടർമാർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് പലപ്പോഴും കിട്ടുന്നു. അവരുടെ ഒരു ചെറിയൊരു കയ്യബദ്ധമോ അല്ലെങ്കിൽ അവർ ശരിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കൂടി നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ അവർക്ക് പ്രശ്നമുണ്ടായി, അത് ഡോക്ടറുടെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരെ ആക്രമിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർമാരെ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേക അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം വരെ ഡോക്ടർമാരെ സംരക്ഷിക്കുക. ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്, നമ്മളെ ഹീൽ ചെയ്യുന്നവരാണ്. അവരെ ആര് ഹീൽ ചെയ്യും? അവർക്ക് മാനസികമായിട്ടും ഉള്ള സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമൂഹമാണ് നമ്മളുടെ. ആ ഒരു ടീം കണ്ടതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ ഒരു ഡോക്ടേഴ്സ് ഡേ പൂർണ്ണമായിട്ടും ആചരിക്കണമെന്ന് നമുക്ക് തോന്നിയത്. ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ അനില രാജു, ഡോക്ടർ കാർത്തിക മോഹൻ, പിന്നെ നമ്മുടെ ഡോക്ടർ ജ്യോതിശാലിനി, പിന്നെ വരാൻ കഴിയാതിരുന്ന എല്ലാ ഡോക്ടർമാരും ഈ ഡോക്ടേഴ്സ് ഡേയിൽ നോർമൽ ലൈഫ് സ്കീമിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, നമ്മുടെ ഡോക്ടേഴ്സ് ഡേ ഇന്ന് വിപുലമായി നടത്തേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുകയും അതിനകത്ത് 2 പേരോടുണ്ട് തന്നെ, ഡോക്ടർ കാർത്തികയും ഡോക്ടർ അനില രാജു. ഡോക്ടർ ശാലിനി നോക്കായിട്ടുണ്ട്. ഒരു റിസപ്ഷൻ നമ്മൾ അങ്ങോട്ട് പോകും. ഡിമാൻഡും ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളറിയാതെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സ്. അതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുള്ളവർക്കും ഫാമിലിയിലുള്ളവർക്കും അറിയാം. ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് ഡോക്ടറാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതാണ്. ആ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവർ അർഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരു 10-40 വയസ്സ് വരെ അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഡോക്ടർമാരെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഡോക്ടേഴ്സിന്റെ ആയുസ് നോക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് ആയുസ് കുറവാണ്. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഡോക്ടേഴ്സാണ്. വളരെ കഷ്ടപ്പെട്ട് വന്ന് പഠിച്ച് ഇവിടെ എത്തുന്നതാണ്. അവർക്ക് എന്നിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ സാധാരണക്കാർ വഴക്ക് പറയുകയും അവരെ പൂഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സും കുടുംബ ഫാമിലി മെമ്പേഴ്സും ഉള്ളതാണ് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇന്ന് ഈ അവസരത്തിൽ അവരെ ആദരിക്കാൻ കിട്ടിയ ഈ ഒരു വേദിയിൽ മോഡേൺ ലൈഫ് ക്ലബിങ്ങിനെ ഇനിഷ്യേറ്റീവ് എടുത്തതിന് എല്ലാ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ ഡോക്ടേഴ്സ് ഡേ നമ്മളും ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട എൻ്റെ ഭാര്യയുണ്ട്, ഡോക്ടർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ നമ്മുടെ ദേശീയ ആഘോഷം. അത് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ ഡോക്ടർമാരുടെ പ്രാധാന്യത്തെപ്പറ്റി ഒക്കെ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം ജൂലൈ 1 എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ BC റാവു, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ BC റാവു, അദ്ദേഹത്തിൻ്റെ ജന്മദിനവും അദ്ദേഹം മരിച്ച ദിവസവും അതാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പൂർണ്ണ രൂപം വിധാൻ ചന്ദ്ര റോയ് എന്നാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലത്തോ നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ജീവിച്ചിരുന്ന ഒരു മഹാനായ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ റെക്കോർഡുണ്ട്. അദ്ദേഹം 2 വർഷവും 3 മാസവും കൊണ്ട് FRCF MRCP ഈ 2 ബിരുദങ്ങൾ
2 വർഷവും 3 മാസം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത് റെക്കോർഡിട്ട അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഉള്ളത്. പിന്നെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്വന്തം ഡോക്ടർ എന്ന് പറയും. അദ്ദേഹം 2ാമത്തെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയും അത് വളരെ സുശക്തമായി നടത്തി. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരുന്നത് ബംഗാൾ വിഭജനം നടന്നതിന് ശേഷമുള്ള ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായിരുന്നു. അപ്പം അത്രയും അവിടെ അരാജകത്വം നടക്കുന്ന ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കാഴ്ചവെച്ച ഒരു ഡോക്ടറാണ്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഡോക്ടറായിട്ട് എന്നും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹം ഒരു ദിവസത്തിൻ്റെ നല്ലൊരു പോർഷൻ ഫ്രീ ആയിട്ട് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. ആ കഷ്ടപ്പാടുകൾ അവരുടെ പഠന സമയത്ത് ആ ഒരു പഠനം ലഭിക്കാൻ വേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്, പഠനത്തിൽ കിട്ടിയതിന് ശേഷം അവർ കിടന്ന കഷ്ടപ്പാട്, അവരുടെ ജീവിതത്തിൽ അതിന് ശേഷം അവർ ആ ജോലി ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് ദൂരെ കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ഡോക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു അതിലേക്ക് കടന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ ബുദ്ധിമുട്ടുകളും. നമ്മൾ ഈ ഒരു സമയത്ത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട ആ ഡോക്ടറെ നമ്മൾ ഓർക്കാൻ ഈ ഒരു അവസരം നമ്മൾ എന്നും നമ്മുടെ ഈ ഇത്രയും നല്ല സാംസ്കാരിക സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ അങ്ങനെ ഒരു അതിദാരുണമായ ഒരു സംഭവത്തെ അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടർമാർക്ക് മുകളിലേക്ക് നമ്മൾ ആക്രമണം കൊണ്ട് വരാൻ പാടില്ല. കാരണം അവരുടെ കൈകൾ നമ്മളെ ശുശ്രൂഷിക്കുന്നതും അവരുടെ നാവുകൾ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും ബഹുമാനിക്കുകയും ഈ ലോകത്തിൻ്റെ ദൈവം കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണേണ്ടത് അപ്പനെ അമ്മയുടെ പോലെ തന്നെ കാണേണ്ടത് ഡോക്ടേഴ്സിനെയാണ് എന്ന് ഞാൻ വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു ഡോക്ടറെ കല്യാണം കഴിക്കാനും എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉള്ളതെന്ന് പറയുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്. നമ്മുടെ അതേപോലെ തന്നെ ലയൺസ് ക്ലബ്ബിൽ ഇത്രയും നല്ല ലയൺസ് കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ള ലയൺസ് ക്ലബ്ബിൽ അവർക്ക് നമ്മളിന്ന് 13 അതിനകത്ത് എനിക്കറിയില്ലേ കുറേ ആൾക്കാരെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക എന്നുള്ളത്. നമ്മൾ മാക്സിമം പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും ഇന്ത്യയിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലബിൽ ആദരിക്കപ്പെടുന്ന 3 ഡോക്ടേഴ്സിനും മറ്റ് ഇവിടെ ഇല്ലാത്ത ഡോക്ടേഴ്സിനും എല്ലാം ആശംസകളും അഭിനന്ദനങ്ങളും. നിങ്ങളൊരു ഡോക്ടറായി ജനിച്ചത് നിങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം. നിങ്ങൾ ശുഭമുണ്ട്. വേറൊരു കാര്യമല്ല, ശരിക്കും ഡോക്ടേഴ്സാണ് എപ്പോഴും ഡോക്ടേഴ്സ്. എനിക്ക് ചുമ്മാ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ 13-12 പേരുണ്ട്. ഒരു മോനേ ഉള്ളൂ, ഒറ്റ മോനേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡോക്ടേഴ്സ്. മീൻസ് അത് തന്നെയാണ് വലിയ അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് തോന്നുന്നത് കൂടുതലും സാക്രിഫൈസ് ചെയ്യാൻ എല്ലാ കാര്യത്തിലും സാക്രിഫൈസ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ഓർത്തത്, ശരിക്കും നമ്മുടെ ജനനം മുതൽ കഴിഞ്ഞ സംഭവം കണ്ടതല്ല, കൊച്ചി യൂട്യൂബിൽ നോക്കി പ്രസവിക്കാൻ ശ്രമിച്ചു ഭർത്താവൊക്കെ ഉള്ളതാണ്. ചേർത്തലേ ഒരുപാട് കണ്ട പ്രസാദം ഉണ്ടായി വെച്ചു. അതായത് ഡോക്ടറിന്റെ ഒരു പ്രഗത്ഭനായ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഡോക്ടറിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ഉൾപ്പെടെ ജനിക്കുന്നത് മുതൽ ഒരു മരണം കൺഫേം ചെയ്യുന്നത് വരെ ഡോക്ടർ. അതായത് പ്രത്യേകിച്ച് ഇവരോട് പ്രത്യേക ആദരവുണ്ട്. ഞങ്ങൾ അല്ലാതെ സൗഹൃദത്തോട് ഇടപെടുന്നെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആദരവുകൾ അത്രയും ഇവര് പ്രത്യേകിച്ച് വിനീത സാറൊക്കെ വളരെ കാര്യമായിട്ട് ആ ഇതിലേക്ക് കടന്നു. എങ്ങനെയാണ് ഡോക്ടർ ഉണ്ടാകുന്നത്, ഡോക്ടറിന്റെ നിലവാരം എവിടെ വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാധാരണ ഈ വാഹനങ്ങളിലൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഡോക്ടർ, വക്കീല്, CA, ഏതാനും ചുരുക്കം ചില പേരുകൾ ഏറ്റവും കൂടുതൽ കാണുന്നുള്ളൂ അല്ലേ. അപ്പൊ അവർക്ക് നമ്മൾ ഒക്കെണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ദീർഘിച്ചു പോകായിരിക്കും. വരുമാനം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഒന്നും മാനിക്കണമെന്നോ ഒക്കെ ഉള്ളതുകൊണ്ടാകാം. എന്തെങ്കിലും ആകട്ടെ, എന്നാലും ഈ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ തിരഞ്ഞെടുത്തതിന്റെ വിവരങ്ങൾ ഇവരെ വിശദീകരിക്കുമായിരിക്കും. അപ്പോൾ ഈ ദിവസം ഇവരെ നമുക്ക് ആദരിക്കാൻ കിട്ടി അല്ലെങ്കിൽ അവരെ ഓർക്കാൻ കഴിയുന്നതിന് പ്രത്യേകം താങ്ക്സ് എല്ലാവരോടും. ഇവരെ സമയം കണ്ടെത്തി ഇവിടെ വരാൻ കഴിഞ്ഞ ഡോക്ടേഴ്സിനോടും സമയം കണ്ടെത്തി ഇവിടെ വരാൻ കഴിഞ്ഞ ലയൺസ് മെമ്പർമാരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എന്നെ ആശംസ നൽകുന്നു.
मजबूर